ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ വന്നിട്ടാണ് കാണിക്കുന്നത്. ഇതെൻ്റെ മോള് ബർത്ത്ഡേക്ക് ആ ഒരു ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ കൂടെ ഉണ്ടാക്കിയ ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ അതിൽ പലരും കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമോയെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. ഒരു നെറ്റിൻ്റെ ആ ഒരു പീസും അതുപോലെ തന്നെ ക്രേപ്പിൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ നെറ്റിൻ്റെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് തരം നെറ്റും അതുപോലെ തന്നെ എന്ത് തരം തുണി വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ് കേട്ടോ. ഇത്രയൊന്നും ആവശ്യമില്ല, കുറച്ചധികം എടുത്തതാണ്. ഇതുപോലെ തന്നെ വീതി വന്നിട്ട് 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീതിയും അതുപോലെ തന്നെ നീളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ ഞാനിവിടെ നമ്മുടെ ആ ഒരു ഹെയർ ബാൻഡിൻ്റെ കമ്പി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാറ്റിൻ്റെ മെറ്റീരിയലും നമുക്ക് എടുക്കാം, അതുപോലെ നമ്മുടെ ആ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലും എടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 1.25 ഇഞ്ചായിട്ട് ഇതുപോലൊന്ന് നീളത്തിലായിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം നീളാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് എത്രത്തോളം ലെങ്ത്താണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ഹെയർ ബാൻഡിൻ്റെ കമ്പി എത്രത്തോളം ഉണ്ടോ അതിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. അത് ഞാൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 1.25 ഇഞ്ചായിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാനിവിടെ ഉദ്ദേശിച്ച ഹെയർ ബാൻഡിൻ്റെ കമ്പി എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മക്കളെ പഴയ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാവില്ലേ, ഇതുപോലത്തെ ആ ഒരു ബ്ലാക്ക് കവർ ചെയ്ത് ഇതുപോലത്തെ ഹെയർ ബാൻഡാണ് ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ കുട്ടികൾ പഴയതായി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാവും, മോശമായി കഴിഞ്ഞാൽ. അപ്പോൾ അതെന്ത് ചെയ്യുക, നമുക്ക് ഇതുപോലെ ആ ഒരു മുകളിലുള്ള ആ ഒരു തുണിയൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കമ്പിയാണ് കേട്ടോ നമുക്ക് കിട്ടൽ. അപ്പോൾ ഞാനിത് പുതിയതായിട്ട് വാങ്ങിയതാണ്. ആ ഒരു ഗോൾഡൻ കളറിലെ കമ്പി വന്നിട്ട് ബാക്കി പഴയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഴയത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പഴയ കമ്പി ഒന്ന് ഇനി ചാടാൻ വരട്ടെ. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് രണ്ടാമതും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് അളവെടുക്കൽ. നമ്മൾ ആ ഒരു കമ്പി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ തുണി പിടിച്ചു നോക്കുക. അതിൽ കൂടുതലായിട്ട് കുറച്ചൊന്ന് അധികമായിട്ട് തന്നെ തുണി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം. തയ്ച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഏത് കമ്പിയാണോ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു നമ്മൾ തയ്ച്ചതിൻ്റെ ഉള്ളിലായിട്ട് ഇടേണ്ടത് ആ ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, എത്രത്തോളമാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു കമ്പി പോകുന്ന രീതിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം, അതായത് നല്ല ഭാഗത്തേക്കായിട്ട് മാറ്റണം. അപ്പോൾ അത് കുറച്ച് പ്രയാസമാണ് കേട്ടോ. നമ്മൾ സേഫ്റ്റി പിന്നൊന്നും കൊണ്ട് ചെയ്യലുണ്ട്, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിവിടെ സൂചി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് കുറച്ചധികം തുണി ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സൈഡിലെ തുണിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു വശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സൂചിയിലായിട്ട് ഇതുപോലെ ഒന്ന് നൂലൊന്ന് കോർത്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ നമ്മുടെ ആ ഒരു തുണി ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് എന്ത് ചെയ്യാം, 2-3 പ്രാവശ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സൂചിയുടെ പിറകുവശം കൊണ്ട് ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആ ഒരു തുണി ഇതുപോലെ ഒന്ന് കയറ്റി കയറ്റി കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ആ ഒരു കെട്ടിട്ട ഭാഗത്ത് നിന്ന് നമ്മുടെ സൂചി ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ പുറത്തേക്കായിട്ട് കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ സൂചി ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അടിഭാഗം കുറച്ചൊന്ന് പണിയാണ്. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പാടായിട്ട് തോന്നും, പക്ഷേ ആ ഒരു വലിച്ചിട്ട് പുറത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ആദ്യം ആ ഒരു നൂല് കൊണ്ട് കെട്ടിയിട്ട ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹെയർ ബാൻഡിന്റെ കമ്പി എടുത്തിട്ട് ഇതിലൂടെ ഒന്ന് കയറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതുപോലെ കയറ്റി കൊടുത്ത ശേഷം നമ്മുടെ ആ ഒരു അടിച്ച സ്റ്റിച്ച് അടിയിലായിട്ട് വരുന്ന രീതിയിൽ വേണം ട്ടോ ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 2 സൈഡും എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഇതുപോലൊന്ന് മടക്കിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലൈറ്റർ ഇതുപോലൊന്ന് ആ ഒരു കരഭാഗത്തായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലൊന്ന് ആക്കി കൊടുത്താൽ മതി. ആ ഒരു സമയത്ത് അവിടെ നല്ല രീതിയിൽ ഫിനിഷ് ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പം മറു സൈഡിലായിട്ട് നമുക്ക് കുറച്ചധികം തുണി ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു കമ്പി ഇവിടെ ഇതുപോലെ ആ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഏത് കളർ ഡ്രസ്സിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കടമ്പ് ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു മുകളിലത്തെ സംഭവം ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു നെറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ സൂചിയിലായിട്ട് ഇതുപോലെ നൂലൊക്കെ കോർത്ത ശേഷം അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു സൂചി എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു സൂചിയിലായിട്ട് ഇതുപോലെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള ബീഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സിഗ്സാഗ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ചെറുതായിട്ടല്ല, ഒന്ന് ക്രോസ് ആയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഓൾറെഡി റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി ബീഡിട്ട് കൊടുത്തിട്ട് ഒന്ന് താഴേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എ ഒക്കെ എഴുതുമ്പോൾ ക്രോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓരോ ക്രോസിൻ്റെ ആ ഒരു എൻഡ് എത്തുന്ന സമയത്തും നമ്മൾ ഇതുപോലെ ബീഡിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 ബീഡൊക്കെ ചെയ്യുന്നവരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിൽ കൂടുതലും ചെയ്യട്ടെ. അപ്പം ഞാനിവിടെ ഒരു ചെറിയ കുട്ടിക്കാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് അത്രേ വേണ്ടിയും, അതായത് ഒരു 2-3 വയസ്സുള്ള കുട്ടിക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിന് ഇത്രത്തോളം മതി, ഒരു 5 ബീഡൊക്കെ മതി. കുറച്ച് വലിയ കുട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 6-7 ബീഡൊക്കെ ഇട്ട് കൊടുക്കുക. എത്രത്തോളം ചുരുക്ക് വേണോ അത്രത്തോളം ബീഡിട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാനിവിടെ 5 ബീഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു 6.5 ഇഞ്ചൊക്കെ നെറ്റിൻ്റെ പീസ് മതി കേട്ടോ. അപ്പം നമ്മൾ കുറച്ചധികം തന്നെ വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നൂല് ഇതുപോലെ വലിച്ചു കൊടുക്കുക കേട്ടോ. വലിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ അത് ചുരുങ്ങി ചുരുങ്ങി വരും കേട്ടോ. അപ്പോൾ വലിക്കുന്ന സമയത്ത് പതിയെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിവിടെ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഡൊക്കെ ഇതാ ഇതുപോലെ ചുരുങ്ങിയിട്ട് ആ ഒരു അടുത്തടുത്തായിട്ട് വന്നിട്ടില്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഇതുപോലെ ഒന്ന് ടൈറ്റ് ആക്കി പിടിച്ചിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മുകളിൽ വെക്കേണ്ട സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കായിട്ടും ചെയ്യട്ടെ. അതായത് നമ്മൾ ഒരു നെറ്റ് നിവർത്തി പിടിച്ചിട്ടുള്ള ചെയ്തിട്ടില്ലേ, അത് നിങ്ങൾക്ക് 2-3 ലെയർ ആക്കിയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു മുകളിൽ വെച്ച് കൊടുക്കുന്ന സംഭവമായി. ഇനി നമ്മുടെ ആ ഒരു ഹെയർ ബാൻഡിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡ് റെഡി ആയിട്ടാ. അപ്പം ഞാനിവിടെ B7000 ഗ്ലൂ ആണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കാവും. പക്ഷെ നമ്മൾ ഈ ഒരു B7000 ഗ്ലൂ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും വൈറ്റുള്ള സാധനം വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഒന്ന് പെട്ടെന്ന് ഒട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സ്റ്റിക്കാവണമെങ്കിൽ കുറച്ച് സമയം വരെ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം. അങ്ങനെ ഹെയർ ബാൻഡ് ഇവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.